ഈവൺ പവർ എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ അല്ലയോ? നമ്മൾ ഒരു സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനെയും പറയുമ്പോൾ പോസിറ്റീവ് വണ്ണിൻ്റെ പോസിറ്റീവാണ്, ടൂവിൻ്റെ -2യുടെ, പക്ഷേ സീറോയുടേത് സീറോ സ്ക്വയർ സീറോ തന്നെയാണ്. അത് നെയ്തർ പോസിറ്റീവ് നെയ്തർ നെഗറ്റീവാണ്. സോ എവറി നമ്പർ എന്ന് പറയാൻ പറ്റില്ല, റിയൽ എന്ന് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓഡ് നമ്പർ ഓഫ് എ റിയൽ നമ്പർ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓഡ് പവർ ഓഫ് റിയൽ നമ്പർ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ. അതോ നോൺ സീറോ റിയൽ നമ്പർ കേട്ടോ. യെസ്, അത് കറക്റ്റാണ്. കാരണം ഇപ്പം എൻ്റെ നമ്പർ നെഗറ്റീവാണ്, അതായത് അതിൻ്റെ ഓഡ് പവർ നെഗറ്റീവ് തന്നെ കിട്ടും. എൻ്റെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ നമ്പർ പോസിറ്റീവായിട്ട് തന്നെ കിട്ടും ഈ ഓഡ് പവർ ചെയ്യുന്ന സമയത്ത്. പിന്നെ x⁻²n ഈവൺ പവേഴ്സ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണുള്ള കേസ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഓഡ് പവേഴ്സോ അത് എപ്പോഴും പോസിറ്റീവാണ്. ഓഡ് പവർ എപ്പോഴാണ് പോസിറ്റീവ് ആവാൻ? നമ്മുടെ നമ്പേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഓഡ് പവർ പോസിറ്റീവ് ആവും, നമ്പേഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ ഓഡ് പവർ നെഗറ്റീവ് ആവും. സോ ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊന്നും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സ് ഇസ് എ പോസിറ്റീവ് റിയൽ നമ്പർ. എക്സ് ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ് വിചാരിച്ചോ. ഓക്കെ, ഇത് പോസിറ്റീവാണ് വിചാരിച്ചോ. അപ്പോൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ നമ്മൾ ഞാൻ എന്ത് പവർ എടുത്താലും -1/2 കൊടുത്താലും എന്ത് പവർ കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. -1/2 കൊടുത്തു കഴിഞ്ഞാൽ 1/√x എന്നാണ്, അത് പോസിറ്റീവ് തന്നെയല്ലേ? ശരിയാണ്, എല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ എക്സ് എല്ലാം 0 ആണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഡിവിസർ ആണോ? എന്ത് ചെയ്യാം, 6, 5, 4 അത് മൈനസ് എന്ത് ചെയ്ത് 2 ട്വൈസ് ചെയ്യാം. ദാറ്റ് മീൻസ് 10, അന്നേരം 4, 3, 6 4, 4 കിട്ടും. ഇനി 6, 4, 4 ഇതൊന്നുകൂടി ചെയ്യാം, ഒന്നുകൂടി 7ൻ്റെ പരിപാടി ചെയ്യുക. 7ൻ്റെ പരിപാടി ഇതിനെ പിടിച്ച് ഡബിൾ ചെയ്യുക. സോ 64 - 8 എന്ന് വെച്ചാൽ 56 ഡിവിസിബിൾ ബൈ 7 ആണ്. കറക്റ്റാണ്, 8 ഡിവിസിബിൾ ആണ്. സോ ആക്ച്വലി ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 7. ഇനി ഇത് ഡിവിസിബിൾ ബൈ 4 ആണോ? ഡെഫിനറ്റ്ലി ലാസ്റ്റ് 2 ടേംസ് ഒക്കെ 36 ഡിവിസിബിൾ ബൈ 4 ആണ്. 6 ആണെങ്കിലോ ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 കൊണ്ട് എങ്ങനെ ഡിവിസിബിൾ ആണ് ചെക്ക് ചെയ്യാൻ ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 3 + 2 5, 5 9 9 3 12 12 3 18. സോ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 18 ആണല്ലോ. ഇനി 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, ലാസ്റ്റ് നമ്പർ 6 ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഇനി 9 കൊണ്ട് ഡിവിസിബിൾ ആണോ? ലാസ്റ്റ് ആഡ് ചെയ്തപ്പം 18 ആണ് കിട്ടിയത് അല്ലേ? 9 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് നോർമലായിട്ട് ചെയ്യുക. അപ് ടു n ടേംസ്. എത്ര ടേംസ് ഉണ്ട് ഇവിടെ? 10 ടേംസ് വരെ. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ്? n² തന്നെയാണ്. ഓഡ് നമ്പേഴ്സ് ഫസ്റ്റ് തന്നെ n ലിമിറ്റുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ഡയറക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് n² ആണ്. സോ 10ൻ്റെ സ്ക്വയർ 100 ആണ്. ഓക്കെ, അടുത്ത് x² പ്ലസ് ഇതിൻ്റെ എത്ര വാല്യൂ ചോദിക്കുന്നത്. ഇതിൻ്റെ പരിപാടി എന്താ? x². ശരി, ഇതിൻ്റെ പോലത്തെ സാധനം -4x. അപ്പോൾ ഞാൻ 2 × ഓക്കെ 2x × 2 എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ ഇത് അത് ഉള്ള സാധനം തന്നെ, ഈ ടേം തന്നെ അങ്ങനെ എടുത്ത് എഴുതിയത്. സോ നോക്കി നോക്ക്, a² - 2ab. അപ്പോൾ പ്ലസ് എന്താ വേണ്ടത്? b², ദാറ്റ്സ് 4 വേണം. അപ്പോൾ ഒരു -4 ലാസ്റ്റ് വേണം കേട്ടോ. ശരി, സോ ഇതെല്ലാം കൂട്ടി ഞാൻ എന്താ വിളിക്കുക? x - 2 ഹോൾ സ്ക്വയർ എന്ന് വിളിക്കുക. ഓക്കെ, ശരി. ഇനി ബാക്കിയുള്ള മറ്റേ y² സാധനം, y² -2 × 2y. അപ്പോൾ -ab. അപ്പോൾ എന്താ വേണ്ടത്? ഇവിടെ ഒരു 4 വേണം. ശരി, ഇവിടെ ഒരു 4 ഉണ്ട്. 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ ആട്ടോ, ഈ ബിയുടെ സ്ക്വയർ. അപ്പോൾ ഒരു -4 എക്സ്ട്രാ ഇവിടെയും വേണം. അപ്പോൾ ഇതിനെ എല്ലാം കൂട്ടി ഞാൻ വിളിക്കാൻ പറ്റും. ഒരു x - 2 ഹോൾ സ്ക്വയർ ഓൾറെഡി ഉണ്ട്, പ്ലസ് y - 2 ഹോൾ സ്ക്വയർ ഓൾറെഡി ഉണ്ട്. ശരി, ഇനി ബാക്കി 16z². അതിനെങ്ങനെ വിളിക്കാൻ പറ്റും? അതിനെ നമുക്ക് 4z ഹോൾ സ്ക്വയർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, പ്ലസ് 8z 2 × a എന്ന് പറയുന്നത് അത് 4z ആണ്. ഓക്കെ, × 1 ആണ് അല്ലേ? കാരണം കഴിഞ്ഞ് 8z ആയി ഓൾറെഡി. അപ്പോൾ × 1, ദാറ്റ് മീൻസ് b എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 4z². ഓക്കെ, അപ്പോൾ ഒരു എക്സ്ട്രാ 1 വേണം, ഇവിടെ ഒരു എക്സ്ട്രാ 1 ആഡ് ചെയ്യണം, അന്നേരം ഇവിടെ ഒരു -1 ആഡ് ചെയ്യണം. ശരി, അപ്പോൾ നമുക്ക് ലാസ്റ്റ് x - 2 ഹോൾ സ്ക്വയർ പ്ലസ്. അപ്പോൾ സംഭവിച്ചാൽ ഇതുപോലത്തെ ടേംസിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നോക്കുക. അന്നേരം പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പെർഫെക്റ്റ് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും x - 2 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ പ്ലസ് 4z - 1 ഹോൾ സ്ക്വയർ. ബാക്കിയുള്ളത് -4 ശരി, -4 -4 -8 -9 -9 ഇവിടെ +9 ലാസ്റ്റ് ഉണ്ട്. സോ +9 0 ആയി. സോ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ലാസ്റ്റ് 0 കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് നമ്പർ 0 ആയിട്ട് കിട്ടുന്നത് ദാറ്റ് മീൻസ് ദീസ് ഗൈസ് ആർ 0 എന്നാണ്. സോ x = 2, y = 2, z = 1/4. അപ്പോൾ ആഡ് ചെയ്യാൻ ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രണ്ടും പോസിറ്റീവ് ആണ് ഡെഫിനറ്റ്ലി. ഇവർ രണ്ടാൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ശരി, ഇപ്പോൾ ഇവരുടെ മിനിമം വാല്യൂ എത്രയാണ്? അപ്പോൾ നമുക്കറിയാം 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം വാല്യൂ ഡെഫിനറ്റ്ലി 2 ആണ്, അല്ലെങ്കിൽ 2നേക്കാളും വലുതായിരിക്കും. മിനിമം വാല്യൂ 2 ആണ്. ഇവർ എപ്പോഴാണ് 2 ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളും 1 ആവണം, ഇയാളും 1 ആവണം. കാരണം 1 + ഇവിടെ 1 ആവും, പിന്നെ ഇത് ഇയാൾ 1, ഈ കംപ്ലീറ്റ് സാധനം 1 ആയി കഴിഞ്ഞാൽ 1 ആവും, റൈറ്റ്? അപ്പോൾ ഞാൻ പറയും
ഇയാൾ 1 ആവുന്നുണ്ട്. ഈ ഒരു ടേം 1 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ് 0 ആവണം. ഈ ഒരു ടേം 1 ആവണമെങ്കിൽ അതും എക്സിൻ്റെ വാല്യൂ 0 ആവണം. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് അത് ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈവൺ പവേഴ്സ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 0 വരുന്നുണ്ടെങ്കിൽ ഇയാളും 0 ആവണം, ഇയാളും 0 ആവണം, ഇയാളും 0 ആവണം. സോ നമുക്ക് പറയാൻ പറ്റും എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് പറയാൻ പറ്റും. സോ ബിക്കോസ് എക്സ് സ്ക്വയർ മൈനസ് 4 ഇസ് 0, സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയാൻ പറ്റും. സോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് പറയാൻ പറ്റും. അതേപോലെ വൈ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും. അതേപോലെ സെഡ് ഇസ് ഈക്വൽ ടു കോഡ് പൈ ബൈ 2, ദാറ്റ് ഈസ് 0, റൈറ്റ്. സോ സെഡ് ഇസ് ഈക്വൽ 0 എന്ന് പറയാൻ പറ്റും. ठीक है. സോ ഫസ്റ്റ് എക്സ് 2 ആയിട്ടുള്ളത് എക്സ് പ്ലസ് വൈ ക്യാൻ ബി. ഫസ്റ്റ് എക്സ് 2 ആണെങ്കിൽ 2 + 2 4 ആകാൻ പറ്റും. അല്ലെങ്കിൽ എക്സ് -2 ആണെങ്കിൽ -2 + 2 + 0 എന്ന് വെച്ചാൽ 0 ആകാൻ പറ്റും. അപ്പോൾ 4 അല്ലെങ്കിൽ 0 ഈ വരുന്ന വാല്യൂ ആവാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ക്വസ്റ്റിൻ്റെ കാര്യം നോക്കാം നമുക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് എന്താണ് എല്ലാ സൈഡും 6, 10, 8. നമുക്കൊരു കാര്യം 6, 10, 8 ഒരു ബന്ധമുണ്ട്. 6² + 8² = 10². ഓ, ഇത് ഹൈപ്പോട്ടന്യൂസ് റൂൾ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇറക്കാം. അപ്പോൾ ഇയാൾ 10, ഇയാൾ 6, ഇയാൾ 8. ठीक है. ഇനി ഉള്ളിലൊരു പോയിന്റ് ഉണ്ട്, ഇന്നർ പോയിന്റ് പി ഉണ്ട്. ഓക്കെ, ആ പോയിന്റ്സ് പെർപെൻഡിക്കുലർ സൈഡ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തും ഉണ്ട് അല്ലേ, ഇങ്ങനെ. ഇതാണ് ക്വസ്റ്റ്യനിൽ ഗിവണ്. അപ്പോൾ നമ്മൾ ഇത് എക്സ്റ്റേണൽ ആയിട്ട് വരക്കുന്ന സാധനമാണ് കേട്ടോ. ഈ ഒരു ലൈന് ഇതാണ് നമ്മുടെ പോയിന്റ് പി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതാ നമുക്ക് ഈ പറഞ്ഞ പെർപെൻഡിക്കുലർസിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതാണ് x1, x2, x3, റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ടേമിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സ്പീരിയൻസ് കാരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ പറയുന്നത് കേൾക്കാം, എന്നിട്ട് അതുപോലെ നമ്മൾ ഇനി ചിന്തിക്കാൻ. ഇത് ആക്ച്വലി അങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചിട്ടില്ല. നേരത്തെ ഇതേപോലത്തെ കണ്ടാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെങ്ങനെ ചെയ്യാൻ ഞാൻ പറയാണ്. ഇതാ, ഇതിനെ എ എന്ന് വിളിക്കാം, ഇതിനെ ബി എന്ന് വിളിക്കാം, സി എന്ന് വിളിച്ചൂടെ. ശരിയാണ്. ഞാൻ പറയും ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇത് പി എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. അതേപോലെ പി സി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. അതേപോലെ പി സി എ എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ഈ 3 ട്രയാങ്കിളും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഈ ട്രയാങ്കിളുടെ ഏരിയ ആവും. ടോട്ടൽ ഈ ട്രയാങ്കിളുടെ ഏരിയ എത്രയാണ്? അത് ഹാഫ് ഇൻറ്റു ബേസ് 8 ഇൻറ്റു 6 ആണ്. സോ ഇത് 3 24 ടോട്ടൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ പറയും പി എ ബി. അപ്പോൾ പി എ ബി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളുടെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്രയായിരുന്നു കൊടുത്തിട്ടുള്ളത്? x2 ആണ്. സോ അത് x2 പ്ലസ് പി ബി സി, അതിൻ്റെ എത്രയാണ്? ബേസ് എത്രയാണ്? ബേസ് 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എത്രയായിരുന്നു? x3 ആണ്. x3 പ്ലസ് പി ഇതേ ട്രയാങ്കിൾ പി എ സി, അതിൻ്റെ എത്ര? ഹാഫ്, അതിൻ്റെ ഏരിയ പറയുന്നത് കേട്ടോ. ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 6 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പെർപെൻഡിക്കുലർ, അതിൻ്റെ വാല്യൂ x1. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കിട്ടൂല 24 ഈക്വൽ ടു ഇവിടുന്ന് 4x2 പ്ലസ് 5x3 പ്ലസ് 3x1. ശരി, ഈ പറഞ്ഞ ടേം ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 3x1 5x ഒരു ബൈ 6 കൂടി വേണം. അപ്പോൾ എന്തെങ്കിലും കംപ്ലീറ്റ് ഇക്വേഷൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 4 ഉത്തരം. ഓക്കെ, ഇനി ഇതിൻ്റെ ടേംസിൻ്റെ വാല്യൂസ് കണ്ടെത്താനാണ്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് സെയിം ടൈപ്പ് ഓഫ് സാധനം തന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിന് 2x പ്ലസ് 3y ഈക്വൽ ടു 41 വിളിക്കാം. ഇതിന് 2x നമുക്ക് ഇങ്ങനെ ഇതിനെ വിളിക്കാൻ പറ്റും. 2 ഇൻറ്റു 2x എന്ന് വിളിക്കുക എന്ന് വെച്ചാൽ 4x ആണ്. സോ അത് 4x അല്ല ഉദ്ദേശിച്ചത്, 4 2x ആണ്. പ്ലസ് 3 ഉണ്ട് 9, 3y എന്ന് എഴുതാം ഈക്വൽ ടു 209. ഓക്കെ, ഇക്വേഷൻ നമുക്ക് മൈനസ് ചെയ്യാം അല്ലേ. എങ്ങനെയാണ്? ഞാനിതിലൊന്ന് 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ നമുക്ക് 4 ഇൻറ്റു 2x വരും പ്ലസ് 4 ഇൻറ്റു 3y വരും ഈക്വൽ ടു 41 അല്ലേ. അപ്പോൾ 4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 164 വരും. ശരി, ഈ മുകളിലുള്ള സാധനം ഇതുണ്ട്, ഇത് രണ്ടും മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്ന സമയത്ത് 2 ഇക്വേഷൻസ് ആയാലും ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. അന്നേരം നമുക്ക് 5 ഇൻറ്റു 3y ഈക്വൽ മൈനസ് ചെയ്യാം കേട്ടോ. 209 മൈനസ് 164 എത്ര? 5 10 1. അപ്പോൾ ഇത് 5 4 45 വരും. അപ്പോൾ നമുക്ക് 3y ഈക്വൽ ടു 9 കിട്ടും. y ഈക്വൽ ടു എത്ര കിട്ടും? 2 കിട്ടും. y2 കിട്ടുമല്ലോ, y2 കിട്ടും. അപ്പോൾ y2 ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ വാല്യൂ 9 ആണെന്ന് മനസ്സിലാവും. അപ്പം 41 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 32 ആണ്. അപ്പോൾ 2x ഈക്വൽ ടു 32 കിട്ടും. അങ്ങനെ x എത്ര കിട്ടും? 5 കിട്ടും. x 5 y2 കിട്ടി. സന്തോഷം. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷൻ മാത്സിൽ ഉപയോഗപ്പെടുന്ന ഒരു പ്രോബ്ലമാണ്. ഇങ്ങനെ കുറേ സെയിം ടൈപ്പ് ഓഫ് സാധനങ്ങൾ വന്നു. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 2x സെയിം വന്നു, 3y സെയിം വന്നു, 2 ഇക്വേഷൻസ്. അന്നേരം നമ്മൾ അതിനകത്ത് കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ ടി എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുത്തതിന് നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആകും. ക്വസ്റ്റ്യൻസ്
ആ കാണുന്നൊരു വേ ഓഫ് തിങ്കിങ് എല്ലാം കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താണ് സർക്കം സെൻറ്റർ എന്ന് അറിയണം. അല്ലെ, സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളുടെ ആംഗുലർ ബൈസെക്ടർ കൂടി ചേർന്നിട്ട് ഒരു ട്രയാങ്കിളുടെ ആംഗുലർ ബൈസെക്ടർ സെൻറ്റർ ആ കൂടി ചേർന്ന പോയിൻ്റാണ് സർക്കം സെൻറ്റർ. ആ പോയിന്റിൽ നിന്ന് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിളുടെ 3 വെർട്ടെക്സിലും കൊണ്ടേ ചെല്ലും, ജോയിൻ ചെയ്യും. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളുടെ മീഡിയൻസ് എല്ലാം കൂടി ചേർന്നത്. അതേപോലെ ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾസ് ഓൾട്ടിറ്റ്യൂഡ്സ് എല്ലാം കൂടി ചേർന്ന ആ ഒരു പോയിൻ്റാണ് ഓർത്തോ സെൻറ്റർ. എനിവേസ് ഈ ക്വസ്റ്റ്യൻ്റെത് ഒരു സർക്കിൾ ഉണ്ട്, ഓക്കെ, ട്രയാങ്കിൾ ഉണ്ട്, ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളാണ്, ഓക്കെ. ഇതാണ് പോയിന്റ് നമ്മൾ ഓർത്തോ സെൻറ്റർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ, ഇതും റേഡിയസ് ആണല്ലോ, റേഡിയസും ഗിവൺ ആണ്, എത്രയാണ് 4 ആണ്, ഓക്കെ ശരി. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ പറയാം, ഈ ഏരിയ ടോട്ടൽ ഏരിയ ആണ് എടുത്താൻ പറയുന്നത്. അപ്പോൾ ഈ ഏരിയ കണ്ടെത്തണമെങ്കിൽ ഞാൻ എന്താ പറയും, ഈ ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരക്കും, ശരി. ഈ ആംഗിൾ എത്രയാണ്, ടോട്ടൽ 60 ആയിരുന്നു, പക്ഷേ ഈ ഒരു സർക്കം സെൻറ്റർ കാരണം ഇത് 60 ഞാൻ പറഞ്ഞു, അത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, നല്ല ആംഗിൾസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഓർത്തോ സെൻറ്റർ. സോ അങ്ങനെ ഓർത്തോ സെൻറ്റർ അല്ല സർക്കം സെൻറ്റർ. അപ്പോൾ ഇത് എത്രയാവും, 60 പകുതിയാവും 30 ഡിഗ്രി ആവും. ഞാൻ ഈ ട്രയാങ്കിൾ, ഈ പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ട്രയാങ്കിൾ ഇങ്ങനെ വരക്കാണ്, വലുതായിട്ട് വരക്കാണ്. ഇത് 4 ആണ്, ഇതും 4 ആണ്, അതാണ് 4. പിന്നെ ഇത് പെർപെൻഡിക്കുലർ അറിഞ്ഞുകൂടാ, ഇതെത്ര 30 ആണ്, ശരി. ഈ ബേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമാവും അല്ലേ. അങ്ങനെ ബേസ് കിട്ടാം, അത് ഈ സൈഡ് കണ്ടെത്താൻ നോക്കാം. ഈ സൈഡ് എങ്ങനെ കണ്ടെത്താം, ഇത് 4 ആണല്ലോ, സോ 4 cos 30 ആണല്ലോ, 4 cos 30 ആണ്. 4 cos 30 എന്ന് പറഞ്ഞാൽ 4√3/2 ആണ് ഇത്. അപ്പോൾ ടോട്ടൽ ബേസ് ഇതും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് കിട്ടും ആ ഒരു ട്രയാങ്കിളുടെ. സോ അതെന്ന് പറഞ്ഞാൽ 4√3/2 × 2. അപ്പോൾ ടോട്ടൽ ബേസ് കിട്ടി, അത് 4√3 ആണെന്നുള്ള കാര്യം കിട്ടി. ഇനിയോ ഓൾട്ടിറ്റ്യൂഡും കൂടി കിട്ടണം. ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്, അതെന്ന് പറഞ്ഞാൽ 4 sin 30 ആണ്. 4 sin 30 ആണ് 1/2. സോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം ബേസ് കിട്ടി, ഓൾട്ടിറ്റ്യൂഡ് കിട്ടി, ഇനി ഒരു ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ഏരിയ ആവും, റൈറ്റ്. സോ അത് 2 ക്യാൻസൽ ആയി. സോ 4√3 ആണ് ഈ പറഞ്ഞ ചെറിയ ആംഗിളുടെ ഏരിയ. ഇനി 3 ആംഗിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ 12√3 d. ഓക്കെ, അപ്പം നമുക്ക് ഇനി സെൻട്രോയിഡ് എന്ന് പറയുന്ന കാര്യം മനസ്സിലായി. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇനിയിപ്പോൾ വേറെ ചാപ്റ്റേഴ്സ് പഠിക്കും. വെക്ടേഴ്സിലെല്ലാം ഇത് 3ആയിട്ടും നല്ല ഇൻഡെപ്ത് പഠിക്കും. അപ്പോൾ ഇന്നലെ പഠിച്ച നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനുള്ള മെത്തേഡ് ഇത് k² + k+1ഉം k² - k+1ഉം അത് 2 ഫാക്ടേഴ്സാണ്. ഈ പറഞ്ഞ സാധനത്തിനെ ഫാക്ടർ ചെയ്യാൻ 2k² - k² എന്ന രീതിയിൽ എഴുതിയിട്ട് നമ്മൾ ഫാക്ടർ ചെയ്യലാണ്. നല്ലൊരു പരിപാടിയാണ്. സ്ക്വയർ റൂട്ട്, നമ്മളെ റൂട്ട് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എന്താണ് സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദാറ്റ് എക്സ് അറ്റ് വെച്ച് ആ ഒരു എക്സിനെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ് അറ്റ് വെച്ച് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് √4 2 കിട്ടും, √9 3 കിട്ടും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കിട്ടുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ടിനോട് ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. പിന്നെ നോക്കും -9 എന്ന് വിചാരിച്ചോ, ഈ ഒരു ഏത് നമ്പർ നമ്മൾ ചോദിക്കുന്നത് വിച്ച് നമ്പർ ബൈ മൾട്ടിപ്ലൈയിങ് ഇറ്റ് ഓൺ ഇറ്റ് സെൽഫ് വിൽ ഗെറ്റ് ദിസ് തിങ്. നമുക്ക് -9 അതോ ഏതൊരു 2 നമ്പേഴ്സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ കിട്ടുമോ, ഒരിക്കലും ഇല്ല, ഈ ലോകത്ത് അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ടിനുള്ളിൽ ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല. സ്ക്വയർ റൂട്ടിനുള്ളിൽ മാത്രമല്ല ഈവൻത്ത് റൂട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു x⁴ x⁴ ഇതെല്ലാം ഈവൻത്ത് റൂട്ടിൽ എഴുതുക. x⁴1/2 എന്ന് പറഞ്ഞാൽ √2 കേട്ടോ, √x ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരിക്കലും നെഗറ്റീവ് വരാൻ പാടില്ല, അത് അൺഡിഫൈൻഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് വരാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ ഏത് സ്ക്വയർ എക്സ് ആണെങ്കിലും എന്തിൻ്റെ അതിൻ്റെ വാല്യൂ > 0 ആയിരിക്കും. 0 എപ്പോഴാണ് സ്ക്വയറിൻ്റെ ഉള്ളിൽ 0 ആവുന്ന സമയത്ത്, റൂട്ടിനുള്ളിൽ 0 ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പം x² = 9 എന്ന് പറയുമ്പോൾ അത് x ± 3 എന്ന് പറയാൻ പറ്റും. കാരണം അത് എന്താ പറയുന്നത്, വിച്ച് എക്സ് അറ്റ് വിച്ച് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 9 കിട്ടുന്ന. അപ്പം x - 3 ആകുമ്പോൾ x + 3 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 9 കിട്ടുന്നുണ്ട്. പക്ഷേ സ്ക്വയർ റൂട്ടിലുള്ള സമയത്ത് പറയുന്നത് വെച്ചാൽ എന്താ, ഇത് നോട്ട് പോസിബിൾ ആണ്. സ്ക്വയർ റൂട്ടിൽ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ആ നമ്പർ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്ന ഈ പറഞ്ഞ ഉള്ളിലുള്ള സാധനമാണ്. അതൊരിക്കലും അങ്ങനെ വരുന്നില്ല, മൈനസ് വരുന്ന സമയത്ത് ശരിയാവില്ല, അൺഡിഫൈൻഡ് ആവും. സോ ഇതിൻ്റെ എപ്പോഴും ആൻസർ നെഗറ്റീവ് ഒരിക്കലും ആവില്ല എന്നാണ്. ഓക്കെ, ഇത് ഡിഫൈൻഡ് ആണോ, അല്ല ഇത് ഡിഫൈൻഡ് അല്ല. ബിക്കോസ് ഈവൻത്ത് റൂട്ടിനുള്ളിൽ നെഗറ്റീവ് പാടില്ല, സ്ക്വയർ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് പാടില്ല. ഓക്കെ, ഈവൻത്ത് റൂട്ട് ഓൺലി നോൺ നെഗറ്റീവ് നമ്പേഴ്സ്, ഈവൻത്ത് റൂട്ട് ഓഫ് ഓൾവേസ് നെവർ നെഗറ്റീവ്. പിന്നെ ഓഡ് റൂട്ട് ആയിക്കോട്ടെ അല്ലേ, ഓഡ് റൂട്ടിൻ്റെ കേസിൽ അങ്ങനെയാണോ, ക്യൂബ് റൂട്ട് -9 വരാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി വരാൻ പറ്റും. കാരണം ഏത് നമ്പറാണോ അതിൻ്റെ പരം 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് അന്നേരം -9 വരുന്നതാണ്. ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് 8 ആക്കാം അല്ലേ, ശരി.
അന്നേരം -2 3 പ്രാവശ്യം അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -2 വരുന്നുണ്ട്. സോ ക്യൂബ് റൂട്ട് ഐ മീൻ ഈവൻ ഓഡ്ത്ത് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരുന്നതിന് കുഴപ്പമില്ല. ഓഡ്ത്ത് റൂട്ടിൻ്റെ വാല്യൂ എപ്പോഴാണ് നെഗറ്റീവ് വരാൻ, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഓഡ്ത്ത് റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എപ്പോഴാണ് ഓഡ്ത്ത് റൂട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന വാല്യൂ എപ്പോഴാണ് പോസിറ്റീവ് ആവുക, അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നെഗറ്റീവ് ആവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വാല്യൂ പോസിറ്റീവ് ആവുന്ന സമയത്ത് ദാറ്റ് മീൻസ് അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂൻ്റെ എന്താണോ സൈൻ അതായിട്ട് തന്നെ പുറത്തോട്ടേക്ക് വരാം. അപ്പോൾ ഇനി അടുത്ത √x². അപ്പോൾ ഇത് നമ്മൾ നമുക്കറിയാം ഇങ്ങനെ എന്താണ് നമ്മൾ പറയും 9² അതിൻ്റെ റൂട്ട് എന്ന് പറയും, നമ്മൾ 9 എന്ന് തന്നെ പറയും. പക്ഷെ അങ്ങനെ ഡയറക്റ്റ് പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി √x² എന്തുകൊണ്ട് mod x എന്ന് സാർ ഇവിടെ കൊടുക്കുന്ന അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൂട്ടിനുള്ള ഒരു സാധനം നെഗറ്റീവ് ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തോട്ടേക്ക് എക്സ് വരുന്ന സമയത്ത് അത് മോഡ് എടുത്തിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ √-9² അപ്പോൾ ഞാൻ ഇതും കട്ട് ചെയ്ത് -9 എന്ന് പറഞ്ഞാൽ തെറ്റിയില്ലേ? -9 എന്ന് പറഞ്ഞാൽ തെറ്റി. കാരണം എന്ന് വെച്ചാൽ റൂട്ടിൻ്റെ ഉള്ളിൽ എന്തുവന്ന് നെഗറ്റീവ് വന്ന്, അത് അൺഡിഫൈൻഡ് ആണ്. അതുമാത്രമല്ല ഈ പറഞ്ഞ റൂട്ടിൻ്റെ ഉള്ളിൽ റൂട്ടിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരുക, എപ്പോഴെങ്കിലും റൂട്ടിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് വരിക ഇല്ല. അതുകൊണ്ടാണ് ആക്ച്വലി അൺഡിഫൈൻഡ്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം -9² എന്നാൽ അത് 80 ആണ്, അത് പോസിറ്റീവാണ്. റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആയതുകൊണ്ടല്ല, പറഞ്ഞത് തെറ്റിപ്പോയതാണ്. റൂട്ടിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവായിട്ട് വരില്ല. അതുകൊണ്ടാണ് നമ്മുടെ എക്സ്റ്റേണലി ഒരു മോഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് √x². ഇത് റൂട്ടാണല്ലോ, എക്സ്റ്റേണലി റൂട്ടാണല്ലോ, അപ്പോൾ പുറത്ത് വരുമ്പോൾ എക്സ് ആയിട്ട് വരും. പക്ഷേ അത് മോഡ്, ബിക്കോസ് റൂട്ടിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവായിട്ട് വരില്ല. അത് എപ്പോഴാണ് ഈവൻത്ത് റൂട്ട് വരുന്ന സമയത്ത് മാത്രം. ഓഡ്ത്ത് റൂട്ട് ആവുന്ന സമയത്ത് ഈ പറഞ്ഞ മോഡിൻ്റെ ആവശ്യമില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ എന്താണോ അതിനനുസരിച്ച് തന്നെ പുറത്തോട്ടേക്ക് വരുള്ളൂ, സെയിം ആയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഒരു ഈവൻത്ത് റൂട്ട് x-2. അപ്പോൾ നമ്മൾ നോക്കണം x-2യുടെ മോഡ് കൊടുക്കണം. കാരണം റൂട്ടിനുള്ള ഒരിക്കലും നെഗറ്റീവ് വരില്ല. അപ്പോൾ നമ്മൾ മോഡ് കൊടുത്ത് വരുത്തണം. അടുത്താണെങ്കിലോ ഈവൻത്ത് റൂട്ട്, അപ്പോൾ എന്തിന് x-1 വീണ്ടും മോഡ് കൊടുക്കണം. അപ്പോൾ ഓഡ്ത്ത് റൂട്ട് ആണെങ്കിൽ ഉള്ള x-1 ആയിട്ട് തന്നെ കൊണ്ടുവരണം മതി. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇതാ ഈവൻത്ത് റൂട്ട്, ഇത് ഓഡ്ത്ത് റൂട്ടാണ്. അപ്പം -3 അങ്ങനെ തന്നെ വരാം. ഈവൻത്ത് റൂട്ടാണല്ലോ, ശരിയാണ്. അപ്പം -3 അങ്ങോട്ട് വരാൻ പാടില്ല. -3യുടെ മോഡ് എടുക്കണം, 3 വരും. ഇത് ഈവൻത്ത് റൂട്ടാണ്, സോ മൈനസ് മോഡ് എടുക്കണം. 729 ഇതൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ എന്താ പറ്റിയിട്ടുള്ളത്? ഈവൻത്ത് റൂട്ടിനോട് നെഗറ്റീവ് വാല്യൂ അൺഡിഫൈൻഡ് ആണ്. ഇത് അൺഡിഫൈൻഡ് ആയിട്ടാണ് വരാൻ. ഇനി അടുത്തതോ ഇത് ഓഡ്ത്ത് റൂട്ടാണ്, മൈനസ് അങ്ങനെ തന്നെ കുഴപ്പമില്ല. ഇനി ഓഡ്ത്ത് റൂട്ട് ആയതുകൊണ്ട് പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് പുറത്തോട്ടേക്ക് എന്നല്ല, ഇതിൻ്റെ വാല്യൂ അങ്ങ് കണ്ടെത്താൻ. ഇവിടെ ഇപ്പോൾ 5 ആണെങ്കിലാണ് പുറത്തോട്ടേക്ക് അതേപോലെ വരുള്ളൂ. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് റൂട്ട് കണ്ടു കഴിഞ്ഞാൽ പറയരുത് കേട്ടോ. പുറത്തോട്ടേക്ക് വരുന്ന സെയിം ആയിട്ട് കട്ടായിട്ട്. സോ ഇതിങ്ങനെ വരാം -2. ഇത് ഈവൻത്ത് റൂട്ടാണ്, സോ -2യുടെ മോഡ് 2 ആയിട്ട് വരും. ഗുഡ്, ക്യാൻസൽ ആയിട്ട്. ഇനി ഇതുപോലത്തെ റൂട്ട്സിന് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇതേപോലത്തെ റൂട്ട്സിനും സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതുപോലത്തെ 2 ആണ്, എന്നാലേ കുറച്ചുകൂടി ബെറ്റർ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 ഇൻറ്റു ബിക്കോസ് നമ്മൾ a-b² എന്ന ഫോർമാറ്റിൽ എഴുതും. അന്നേരം നമുക്ക് a-b² എന്ന ഫോർമാറ്റിനുള്ളിൽ ഒരു റൂട്ട് വരുന്ന സമയത്ത് ആ സ്ക്വയർ റൂട്ട് അങ്ങോട്ട് ക്യാൻസൽ ആവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ടേം പോസിറ്റീവാണ് നെഗറ്റീവാണെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മോഡ് കൊടുത്തിട്ടേ പുറത്തോട്ടേക്ക് വരുള്ളൂ. അത് നമുക്ക് നോക്കാം. 2 ഇൻറ്റു √6 ഇൻറ്റു 1. ഓക്കെ, ഇതാണ് നമ്മുടെ AB. 2 ഇൻറ്റു AB. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള a² എന്ന് പറഞ്ഞ ടേം, ഇവിടെ ഇത് a² എന്ന് പറഞ്ഞപ്പോൾ 6 ആണ്. ശരി, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ √6 എങ്ങനെയായിട്ട് എഴുതും? √3 ഇൻറ്റു √2 എന്ന് എഴുതും. അപ്പോൾ B കിട്ടി, റൈറ്റ്? എയും കിട്ടി, ബിയും കിട്ടി. അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 5 തന്നെ വരുന്നുണ്ട്, സോ അങ്ങനെ കിട്ടും. ഞാൻ നമുക്ക് √3 - √2² എന്ന് എഴുതാൻ പറ്റും. √3 - √2². അപ്പം സ്ക്വയറാണ്, ഇവിടുത്തെ പറയണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മോഡ് എടുത്തിട്ട് √3 - √2 എന്ന് ഉത്തരം എഴുതണം. ഓക്കെ, ഈ മോഡിൻ്റെ പരിപാടിയാണ്. മോഡിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പുറത്തോട്ടേക്ക് വരും. ഇനി മോഡിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ നെഗറ്റീവ് ഉണ്ടായിരിക്കും മോഡിനുള്ള വാല്യൂ പുറത്തോട്ടേക്ക് വരാം. അത് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയോ, √2 - √3 ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നെഗറ്റീവ് ആണല്ലോ, ഡെഫിനറ്റ്ലി നെഗറ്റീവ്. ബിക്കോസ് 1.4 ആണ് √2യുടെ വാല്യൂ, 1.7 ആണ് ഇതിൻ്റെ വാല്യൂ. ഇത് പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ നെഗറ്റീവ് കൊണ്ട് വരും, കാരണം ഉള്ളിലുള്ള വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ നെഗറ്റീവ് കൊണ്ട് വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ നെഗറ്റീവ് ആയിട്ട് വരും. അന്നേരം ഇത് √3 - √2 എന്ന രീതിയിലാവും. ഓക്കെ, ഇതാണെങ്കിലോ ഇതിൽ മോഡിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നെഗറ്റീവ് ആണ്, സോ എക്സ്റ്റേണൽ ഇതിനോട് നെഗറ്റീവ് കൊണ്ട് വരും. ഇനി ഇതിൻ്റെ ഉള്ളിലാണെങ്കിലോ ഇത് മോഡിൻ്റെ ഉള്ളിൽ വാല്യൂ പോസിറ്റീവ് ആണ്, സോ അത് അങ്ങനെ തന്നെ വരും. ഓക്കെ, ഇനി ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഇത് കണ്ടെത്താൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് സെയിം 7 - 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 √3, റൈറ്റ്? 2യുടെ സ്ക്വയർ 4, ആ രീതിയിൽ നമ്മൾ
ഫാക്ടറൈസ് സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെത്തേഡ്, ഇവിടെ രണ്ടും പേരും തെറ്റാണ്. ഒരാൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഇവിടെ നമുക്ക് സ്ക്വയർ ഒന്നിനല്ലോ, സ്ക്വയർ ഒന്നിന് ഇപ്പോൾ നമ്മളെപ്പോഴും മോഡ് എടുക്കണം. കാരണം ഈവൻത്ത് പവറാണ് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈവൻത്ത് പവർ വരുന്ന സമയത്ത് 2 - √3യുടെ മോഡ് എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ചങ്ങ രക്ഷപ്പെട്ടു പോയി. അതേപോലെ ഇവിടെ നമ്മൾ റൂട്ടിൽ എടുക്കുന്ന സമയത്ത് മോഡ് എടുക്കണം. കാരണം ഈവൻത്ത് പവറിന് പുറത്തോട്ടേക്ക് ഇങ്ങനെ വരുന്ന കട്ടായി വരുന്ന സമയത്ത് അപ്പോഴും മോഡ് എടുക്കണം. കാരണം റൂട്ടിൻ്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ആദ്യം റൂട്ട് ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം 6 പ്ലസ് √11. നമ്മളിങ്ങനെ 2 എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടേമിന് 2 × AB എന്ന് എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ടോ AB എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് A അന്നേരം B², അന്നേരം അത് A² B² മേ ബി ഈ ടേം ആയിരിക്കും. അന്നേരം നമുക്ക് A+B² എഴുതിയിട്ട് നമുക്ക് ആ റൂട്ടിനെ പൊട്ടിക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണൽ 2 എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. കംപ്ലീറ്റ് റൂട്ട് ഉണ്ട് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോയി 12 പ്ലസ് എന്തായി 2 √11/2 ആയിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാൻ പറ്റും? 12 പ്ലസ് 2 ഇൻറ്റു ഇവിടെ A എന്തെന്നാ 11, B എന്തെന്നാ 1 തന്നെ, വേറൊന്നും ഇല്ലല്ലോ, കഴിഞ്ഞ ഇത്ര തന്നെ ഈ ടേം ആയില്ലേ. ശരി, /2 ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് 12നെ വേറെ രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? റൂട്ട് ഇതിൻ്റെ സ്ക്വയർ, അതെന്ന് പറഞ്ഞാൽ √11ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, √11ൻ്റെ സ്ക്വയർ 11 പ്ലസ് 1 12, 12 അങ്ങനെ ആയില്ലേ. ശരി, 2 ഇൻറ്റു √11 ഇൻറ്റു 1. അപ്പം A+B² A² പ്ലസ് B² പ്ലസ് 2AB ആയല്ലോ. സോ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ മുകളിലത്തെ ടേമിന് എന്ത് എഴുതാൻ പറ്റും? √11 പ്ലസ് 1² എന്ന രീതിയിൽ എഴുതുന്നതിന് തരക്കേടില്ല. /2 ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, റൂട്ടും സ്ക്വയറും പൊട്ടി. ഇത് ഉള്ളിൽ പോസിറ്റീവ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് മോഡേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? √11 പ്ലസ് 1/√2 കിട്ടും ഈ ടേം. ഓക്കെ, ശരി. അടുത്ത ടേമിൽ സിമിലർലി ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടാൻ? 1 - √11ൻ്റെ മോഡാണ് അവിടെ വരാൻ, /√2. അപ്പോൾ ഇത് സ്പെസിഫിക്കലി ഇതൊരു നെഗറ്റീവ് നമ്പറാണ് അല്ലേ? ഇത് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ നെഗറ്റീവ് ആയിട്ട് പുറത്തോട്ടേക്ക് വരാൻ മോഡിൽ നിന്ന്, അതുകൊണ്ട് √11 - 1 എന്നുള്ള രീതിയിൽ വരും, /√2 വരും. അപ്പോൾ അതാണ് അടുത്തതിൽ വരാൻ. സോ ആദ്യത്തത് √11 പ്ലസ് 1 /√2 വന്നു ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തായാലും വന്നത് √11 - 1 /√2 വരും. -√22 ഉണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അത് സോൾവ് ചെയ്യാനാണ് എത്രയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് √11 2 പ്രാവശ്യം വരും, /√2 വരും. ഇത് ആക്ച്വലി √2 വരും മൈനസ്. ഓക്കെ, അപ്പം ആക്ച്വലി 0 ഉത്തരം വരുന്നത്. ചെയ്ത് നോക്ക്, സോൾവ് ചെയ്ത് നോക്ക്. സോൾവിങ് ഞാൻ വെറുതെ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇനി ഇത് 3 പോസിറ്റീവ് നമ്പേഴ്സ്, എല്ലാം പോസിറ്റീവ്, ബിക്കോസ് മോഡ് ഇത് എല്ലാം പോസിറ്റീവ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് വരുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് സിമ്പിൾ അല്ല, x = 1 വരാം. ഇതിങ്ങനെ സിമ്പിൾ, ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഈ സൈമൺസ് ഫാക്ടറിങ് ടെക്നിക്ക് അല്ലേ, ഇതുപോലത്തെ P + Q - PQ എന്നുള്ളത് ഇതുപോലത്തെ കുറച്ച് ടേംസ് വന്നിട്ടുണ്ടെങ്കിൽ 2 ടേംസിൽ കോമൺസ് പക്ഷേ ഒരു ടേമിൽ ഒന്നും ഇല്ലെങ്കിൽ അതിന് നമുക്ക് സൈമൺസ് ഫാക്ടറിങ് ഉപയോഗിക്കാം. എങ്ങനെയാണ്? P പ്ലസ് ഇവിടുന്ന് എന്താ കോമൺ ആയിട്ടുള്ളത്? ഡെഫിനറ്റ്ലി Q ആണ്. അപ്പോൾ ഞാൻ -Q പുറത്തോട്ടേക്ക് എടുക്കും. ഓക്കെ, -Q പുറത്തോട്ടേക്ക് കൊടുക്കും. എന്ത് Q എടുത്തുകൂടി എന്ന് പറയും, പക്ഷേ ഞാൻ -Q എടുക്കുകയാണ്, അതൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ എന്താ ഉള്ളത്? Q അല്ലേ വേണ്ടത്. അപ്പം ഒരു എക്സ്റ്റേണൽ -1 ആണ്. അതുമാത്രമല്ല ഇവിടെ P വരും, -Q എഴുതാൻ -PQ -1 വരും. കാരണം -1 × -Q എന്ന് പറഞ്ഞാൽ +Q, ആ സാധനം കിട്ടി, കറക്റ്റാണ്. ശരി, ഇവിടെ ഞാൻ കൊടുക്കും പ്ലസ് ഇതേപോലത്തെ സാധനം P - 1 വരണം അല്ലേ. ഇവിടെ P, അപ്പോൾ ഇവിടെ പോലെ P - 1 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ടേമിനും കോമൺ എടുത്തിട്ട് കൊണ്ടുപോകാം. ഞാൻ ഇവിടെ ഒരു -1 എടുക്കും, ഇനി ഒരു +1 അതിൻ്റെ നെഗറ്റീവ് ആണ്, ബിക്കോസ് -1 എന്നാൽ ആക്ച്വലി ഇല്ല. അപ്പോൾ അങ്ങനെ എന്താ P - 1 +1 നമുക്ക് ഏറ്റവും റൈറ്റിൽ എഴുതാം. P - 1 -Q × P - 1. ആ -1 അല്ല +1 ഇവിടെ എഴുതാം. ശരി, P - 1 ഇവിടെ നിന്ന് കോമൺ എടുക്കുകയാണ്. അപ്പം P - 1 കോമൺ എടുത്തു. അപ്പം എന്തായാലും 1 - Q +1 കിട്ടി. ഫാക്ടറൈസ് ചെയ്തില്ല ഞാൻ. ഇതാ ഇവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ P - 1 -Q - 1 ഇതൊന്നും തലയിരിച്ച് നാളൂ. നോക്കി നോക്ക്, 1 - Q - 1 × P - 1 ഫാക്ടറായില്ലേ. അതാണ്
ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കും. ഇതിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സൈമൺസ് ഫാക്ടറിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യത്തെ സൈമൺസ് ഫാക്ടറിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടും 2n + 2m = mn എന്ന് കിട്ടും. റൈറ്റ്, 2n + 2m - mn = 0. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു സാധനത്തിന് കോമൺസ് ഉണ്ട്, പക്ഷേ ഒരുത്തന്നെ വെറുതെ. അപ്പോൾ അവിടെ നമുക്ക് സൈമൺസ് ഫാക്ടറിംഗ് ഉപയോഗിക്കാം. അപ്പോൾ 2n + ഇവിടെ ആരാണ് കോമൺ, m ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു -m പുറത്തെടുക്കും. അപ്പം -m പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ n വരും, പിന്നെ -2 വരും, അവർ +2m ആണ്. കറക്റ്റാണ്. അപ്പം ഇവിടെ ഒരു n-2 അത് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, -4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് +4 കൊടുക്കാം കേട്ടോ, =0 ഉണ്ട്. -4 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം, 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ n-2 ഉണ്ടായാലോ. ശരി, നൈസ്. m × n-2 വീണ്ടും ആയി, +4 = 0. റൈറ്റ്, n-2 കോമൺ, അന്നേരം 2 ഇടാം, പിന്നെ ഇവിടെ -m +4 = 0. ഓക്കെ, എന്നിട്ടോ ഇവിടെ നിന്ന് ഞാൻ ഇതിനെ m-2 ആക്കും. n-2 ഒരു എക്സ്ട്രാ നെഗറ്റീവ് ആണ് അല്ലേ, അപ്പോൾ അതിനെ m-2 ആക്കുന്ന സമയത്ത് ഓക്കെ +4 = 0. അപ്പം നമുക്ക് കിട്ടും 4 = n-2 × m-2 എന്ന രീതിയിൽ കിട്ടും. അപ്പം ഇയാൾ n ഇൻറ്റീജറാണ്, ഇയാൾ ഇൻറ്റീജറാണ്, ഡെഫിനറ്റ്ലി ഇൻറ്റീജേഴ്സാണ്, നാച്ചുറൽ നമ്പേഴ്സുമാണ്. പക്ഷേ ഇയാൾക്ക് നെഗറ്റീവ് ആയിക്കൂടെ, നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇയാൾ 1 ആണെങ്കിൽ ഇയാളുടെ നെഗറ്റീവ് ആയിക്കൂടെ, അല്ലാവാം. അപ്പോൾ നമ്മൾ രണ്ട് ഇൻറ്റീജേഴ്സ്, ഇയാൾ 1 എന്ന് വിളിക്കുക, ഇയാൾ 2 എന്ന് വിളിക്കുക. അയാൾക്ക് എന്തുവാകും, 4 ആവുന്നുണ്ടെങ്കിൽ ഈ ഇൻറ്റീജർ എന്താവും, 1 ആവാം, ഈ ഇൻറ്റീജർ 4 ആവാം അല്ലേ, ഈ ഇൻറ്റീജർ 4 ആവാം, ഇയാൾ 1 ആവാം, ഇയാൾ -1 ആവാം, ഇയാളോ -4 ആവാം, ഇയാൾ -4 ആവാം, ഇയാൾ -1 ആവാം, ഇയാൾ 2 ആവാം, ഇയാൾക്കും 2 ആവാം, ഇയാൾക്ക് -2 ആവാം, ഇയാൾക്ക് -2 ആവാം. നേരെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 ആവും. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ കേസ് ആണെങ്കിൽ എന്താ കിട്ടാൻ, n-2 = 1, സോ n = 3 കിട്ടും, m = 6 കിട്ടും. ഇവിടെ ആണെങ്കിലോ അങ്ങനെ സിമിലർലി എല്ലാ കേസസ് നോക്കാനും, അന്നേരം നമുക്ക് എല്ലാ എമ്മിൻ്റെയും എന്നിൻ്റെയും ഓർഡേഡ് പെയർസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എമ്മിനെ എന്നിൻ്റെ ടേംസിൽ എഴുതും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോർമൽ ആൾജിബ്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ എമ്മിനെ എന്നിൻ്റെ ടേംസിൽ എഴുതി, അന്നേരം തന്നെ നമുക്ക് ഒറ്റ മനസ്സിലാവും. ബിക്കോസ് m × n-2 = 2n. ഓക്കെ, അപ്പം n ഒരിക്കലും 2 ആകാൻ പറ്റില്ല, കാരണം n ഡിവൈഡ് ആവുന്നുണ്ട്. സോ n ഒരിക്കലും 2 ആകാൻ പറ്റില്ല എന്നുള്ള കാര്യം, കാരണം ഇങ്ങനെ എഴുതിയാലും നമുക്ക് മനസ്സിലാവും m × n-2 ഇത് എന്തായാലും നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ 1 മുതലാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു ഡെഫിനറ്റ്ലി ഒരു വാല്യൂള്ള നമ്പർ 0 ആയിരിക്കില്ല. പക്ഷേ n 2 ആയിക്കാൻ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0, റൈറ്റിലൊരു നാച്ചുറൽ ഈവൺ നമ്പർ, അത് പറ്റുമോ, ഇല്ല, പറ്റൂല. അപ്പോൾ ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം n-2 ഇത് ഈ m എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറാണ്. ഓക്കെ, m ഇൻറ്റീജറാണ്. m ഒരു നാച്ചുറൽ ഇവൻ ഇൻറ്റീജർ ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ n-2 ഒരു നാച്ചുറൽ ഇവൻ ഇൻറ്റീജറാണ്. അതിൻ്റെ മുമ്പ് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ചെറിയ മാനിപ്പുലേഷൻ ചെയ്യാം. ഇവിടെ താഴത്തെ സാധനം ഉണ്ടാക്കാം മുകളിൽ, എങ്ങനെയാണ് ഒരു 2n-4 ചെയ്യാം, ഒരു +4 ചെയ്യാം, അന്നേരം n-2 ഉണ്ടാവും, +4 ഉണ്ടാവും, ഇവിടെ n-2 ഉണ്ടാവും. n-2 എന്നുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 2 + 1/n-2 എന്ന് കിട്ടും. ശരിക്കേ, അപ്പം m എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ ഇൻറ്റീജേഴ്സാണ്. അപ്പം നാച്ചുറൽ ഇൻറ്റീജർ ആവണമെങ്കിൽ ഈ ഒരു ടേമും ഇൻറ്റീജർ ആവണം അല്ലേ, ഈ ടേമും ഡെഫിനറ്റ്ലി ഇതാ ഇൻറ്റീജർ ആണ്, ഷുഡ് ബി എൻ ഇൻറ്റീജർ. സോറി, ഇവിടെ 4 ആട്ടാം, ഷുഡ് ബി എൻ ഇൻറ്റീജർ. അപ്പോൾ ഇയാൾ ഇൻറ്റീജർ ആവണമെങ്കിൽ n-2ക്ക് ആരെല്ലാം ആവാം, n-2 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഡിവൈസേഴ്സ് ആവണം. 4ൻ്റെ ആരാവണം, ഡിവൈസേഴ്സ്. 4ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ n-2ക്ക് ഐദർ എന്താവാം, 4 ആവാം, ഐദർ 2 ആവാം, ഐദർ -2 ആവാം. ഇൻറ്റീജർ ആയ പോലെ പിന്നെന്താ, -2 ആവാം, -4 ആവാം, -1 ആവാം, ഇത്രയും ആവാൻ പറ്റുള്ളൂ, -1ഉം -2ഉം ഇത്രയും. അപ്പോൾ ഇത്രയും സാധ്യതകളുണ്ട്, n-2ക്ക് ഇത്രയും സാധ്യതകളുണ്ട്. അപ്പോൾ ഓരോ സാധ്യതകളിൽ നിന്നും നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടാം. n-2 ഇതാവാം, അതെല്ലാം ആവാം. അതായത് ഓരോന്നും എന്നിൻ്റെ വാല്യൂ കിട്ടാം. എന്നിട്ട് ഓരോന്നിൻ്റെയും എന്നിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇക്വേഷൻ നമുക്ക് എമ്മിൻ്റെയും വാല്യൂ കിട്ടും. എന്നിട്ട് ഓരോ സമയത്തും എമ്മിൻ്റെയും വാല്യൂസ് നോക്കാൻ, എന്നിട്ട് ഏതെങ്കിലും ഒരു വാല്യൂസ് നമുക്ക് പറ്റാത്ത വാല്യൂസ് മീൻസ് എമ്മിൻ്റെ വാല്യൂ കണക്ക് അഥവാ ഇൻറ്റീജേഴ്സ് എന്താ നാച്ചുറൽ നമ്പർ എല്ലാം എന്തായാലും കിട്ടും. പക്ഷേ എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവായിട്ടുള്ള വാല്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം റിജക്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ മെത്തേഡ്. ഈ മെത്തേഡിനേക്കാളും ബെറ്റർ നേരത്തെ സൈമൺസ് ഫാക്ടറിംഗ് മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.